ക്രിസ്മസ് എക്സാം ഒക്കെ ഇതാ കഴിഞ്ഞു, വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പബ്ലിക് എക്സാം ആണ് അല്ലേ, നമ്മുടെ ഫൈനൽ ഇയർ എക്സാം ആണ്. അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമുക്ക് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് ആണ് അല്ലേ. നമ്മൾ +1 മുതൽ ചെയ്ത് വന്നിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ലാബ് എക്സാംസ് കാര്യങ്ങളെല്ലാം നമ്മളിതാ നടത്താനായിട്ട് പോവാണ്. ഇപ്പം നമ്മുടെ ലാബ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ആണ് ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് ഫേസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി, സുവോളജി എല്ലാത്തിനും ലാബ് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടാണ് നമ്മുടെ മാത്സിന് ലാബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ മാത്സിനും നമുക്ക് എന്തുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, ലാബ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കുട്ടികൾക്ക് അറിയാം. അപ്പം നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ മാത്സ് എക്സാമിന്, നമ്മുടെ മാത്സിൻ്റെ ലാബ് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മാത്സിൻ്റെ ലാബ് എക്സാം അല്ലെങ്കിൽ മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഇത്തവണ ഓൺലൈൻ ആയിട്ടാണ് നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, ഓൺലൈൻ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഇതാ വന്നിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2019-20 കാലഘട്ടം ആ ഒരു അക്കാദമിക് ഇയർ മുതലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മാത്സിൻ്റെ ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇത്തവണത്തെ നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2025 മാർച്ച് മാസം നടക്കുന്ന IT ഗണിത ലാബ് പ്രായോഗിക പരീക്ഷ എന്ന് പറയുന്നതിൻ്റെ പേപ്പർ വിതരണോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിന് നടത്തിപ്പെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആകണം. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത്തവണ നിങ്ങളുടെ മാത്സ് പ്രാക്ടിക്കൽ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പ്രകാരം എല്ലാ ഇൻഫോർമേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂൾസിലെ ടീച്ചേഴ്സിനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ച് മീറ്റിംഗ് ഒക്കെ വിളിച്ച് എങ്ങനെയാണിത് നടത്തേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഈ പരീക്ഷ ഇതിന് മാതൃകാ പരീക്ഷ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇപ്പം അറിയാം ഈ ഒരു വർഷം മുതലാണ് നമ്മൾ ഓൺലൈനായിട്ട് ഈ എക്സാം നടത്തുന്നത്. ഓൺലൈനായിട്ട് നമ്മുടെ മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഈ വർഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാതൃകാ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, മാതൃകാ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ആദ്യമായിട്ടല്ല ഇത് ആദ്യമായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തെ ഈ ഒരു പ്രായോഗിക പരീക്ഷയിൽ ഓൺലൈനായിട്ട് നടത്തുന്ന ഈ ഒരു പ്രായോഗിക പരീക്ഷയിൽ നമ്മുടെ 1ാം വർഷം നമ്മുടെ +1 നിന്നും നിങ്ങൾക്ക് 4 ലാബുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ +2 നിന്നും നിങ്ങൾക്ക് 4 ലാബുകൾ, അങ്ങനെ ആകെ 8 ലാബുകളായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിന് ഉണ്ടായിരിക്കാം. ഓക്കെ, 8 ലാബുകളാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രായോഗിക പരീക്ഷയിൽ ഉണ്ടാവുക. ചിലപ്പോൾ അടുത്ത വർഷം മുതൽ ചിലപ്പോൾ ലാബുകളുടെ എണ്ണം കൂടാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പിന്നീടാണ് അറിയിക്കുകയുള്ളൂ, പിന്നീട് ഒഫീഷ്യൽ സൈറ്റ് വഴിയൊക്കെ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ ആദ്യമായിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ +1 4 +2 4 അങ്ങനെ ടോട്ടൽ 8 ലാബുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രായോഗിക പരീക്ഷയിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ട്രയൽ പരീക്ഷയും കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും ട്രയൽ പരീക്ഷ എങ്ങനെ നടത്തണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിലുണ്ട് മാതൃകാ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം, ഒരു ട്രയൽ പരീക്ഷകൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു ലിങ്കിലുണ്ട്. വേണ്ടവർക്ക് ഈ ഒരു ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും കേട്ടോ. ഡെമോ ആയിട്ട് എങ്ങനെയാണ് ലാബ് എക്സാം ഉണ്ടാവുക ഈ കാര്യങ്ങളെല്ലാം ഇതിൽ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ന്യൂസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതായത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു പ്രാക്ടിക്കൽ എക്സാം നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ടെൻഷനൊന്നും ആവശ്യമില്ല, അതിനനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ട്രയൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. സോഫ്റ്റ്വെയർ ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ അറിയണം, ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യാനൊക്കെ അറിയണം അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതിനുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നമ്മുടെ എക്സാമിനറിൻ്റെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ +2 UYARE ബാച്ച് ആയിക്കോട്ടെ, വേദ ബാച്ച് ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ +2ൻ്റെ ക്രാഷ് ബാച്ച് ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ +2 ബാച്ചസിൽ എൻ്റെ കുട്ടികൾ ഉണ്ടെങ്കിൽ, നമ്മുടെ എക്സാമിനറിൻ്റെ +2 ബാച്ചസിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാംസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന് ന്യൂസ് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ന്യൂസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ന്യൂസ് അറിയാത്തവർക്കൊക്കെ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.